PSC നടത്തുന്ന വലിയ പരീക്ഷകൾക്ക് രാജ്യത്തെ മെട്രോ നഗരങ്ങളിൽ കൂടി പരീക്ഷാ കേന്ദ്രം അനുവദിക്കാൻ ഇന്നലെ ചേർന്ന PSC യോഗം തീരുമാനിച്ചിരിക്കുന്നു. ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന LDC, ലാസ്റ്റ് ഗ്രേഡ് പോലുള്ള പരീക്ഷകൾക്കാണ് ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നീ മെട്രോ നഗരങ്ങളിൽ കേന്ദ്രങ്ങൾ അനുവദിക്കുന്നത്. ഇത്തരം സ്ഥലങ്ങളിൽ പ്രവാസി മലയാളികളുടെ സൗകര്യാർത്ഥം പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിക്കാമോ എന്ന് സർക്കാർ PSCയോട് ചോദിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ഏതെല്ലാം പരീക്ഷകൾക്ക് എവിടെയെല്ലാം കേന്ദ്രങ്ങൾ അനുവദിക്കണം എന്നുള്ള വിശദാംശം PSC പിന്നീട് തീരുമാനിക്കുമെന്നും വാർത്ത പറയുന്നു. മാതൃഭൂമി ഇന്ന് നൽകിയിരിക്കുന്ന എഡിറ്റോറിയൽ ചുങ്കരഹിത പാതകൾ എന്നാണ് തലക്കെട്ട്. വഴിയാത്രക്കാരിൽ നിന്ന് ചുങ്കം പിരിക്കുന്ന ഏർപ്പാടിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. നാടുവാഴികൾ ജനങ്ങളെ പിഴിയാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന പലതരം ചുങ്കങ്ങൾക്കെതിരായ പ്രക്ഷോഭങ്ങൾക്കും അത്ര തന്നെ പഴക്കമുള്ള ചരിത്രമുണ്ട്. ചുങ്കക്കാർ എന്നാൽ സാമാന്യ ബോധത്തിൽ പെട്ടെന്ന് തെളിഞ്ഞു വരുന്ന അർത്ഥം തന്നെ ജനങ്ങളെ ഏതെല്ലാമോ വിധത്തിൽ പിഴിഞ്ഞെടുത്ത് പണമുണ്ടാക്കുന്ന നാട് വാഴുന്നവരുടെ വക്താക്കൾ എന്നാണ്. എന്നാൽ നമ്മുടെ നാടിൻ്റെ ആസന്ന ചരിത്രം പരിശോധിച്ചാൽ യാത്ര ചെയ്യണമെങ്കിൽ ചുങ്കം നൽകിയേ തീരൂ എന്ന നിലയിലേക്ക് നമ്മുടെ റോഡുകളെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ കാലത്ത് പഴയ യാത്രാ ചുങ്കത്തിന് കൈവന്നിരിക്കുന്ന ഓമനപ്പേർ ടോൾ എന്നാണെന്ന് മാത്രം. ടോൾ ബൂത്തുകളുടെ പെരുക്കം കാരണം റോഡിൽ ഇറങ്ങണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം എന്ന നിലയിലേക്ക് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ദേശീയപാതയിൽ ടോൾ പിരിവ് വാണിജ്യ വാഹനങ്ങൾക്ക് മാത്രമാക്കി മാറ്റാൻ സർക്കാർ ആലോചിക്കുന്ന കാര്യം ഇപ്പോൾ പുറത്തുവരുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ടോൾ നയം ആവിഷ്കരിക്കുന്നതിനോട് അനുബന്ധിച്ച് ആണ് വാഹനയാത്രക്കാർക്കാകെ ശുഭ പ്രതീക്ഷയുണ്ടാക്കുന്ന ഈ വാർത്ത വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട എഡിറ്റോറിയലാണ് മാതൃഭൂമി നൽകിയിരിക്കുന്നത്. 2008 ടോൾ നിയമമനുസരിച്ച ഇരുചക്ര, മുച്ചക്ര വാഹനങ്ങൾ, ആംബുലൻസ്, VIP വാഹനങ്ങൾ എന്നിവയെ മാത്രമേ ടോളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളൂ. ഈ ചട്ടം ഭേദഗതി ചെയ്ത വാണിജ്യ വാഹനങ്ങൾ ഒഴികെയുള്ള എല്ലാ സ്വകാര്യ വാഹനങ്ങളെയും ടോളിൽ നിന്ന് ഒഴിവാക്കാനാണ് ഗതാഗത മന്ത്രാലയം ആലോചിക്കുന്നത്. എന്നാൽ ഇത് സ്വകാര്യ മേഖലയിൽ നിർമ്മിക്കാൻ കരാർ നൽകിക്കഴിഞ്ഞ പാതകൾക്ക് ബാധകമാവില്ല. പകരം ഇനി മുതൽ സ്വകാര്യ മേഖലയുമായി ദേശീയപാത അതോറിറ്റി പുതുതായി ധാരണാപത്രം ഒപ്പിടുന്ന റോഡുകളിൽ ടോൾ പിരിവ് വാണിജ്യ വാഹനങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തുകയാണ് ചെയ്യുക എന്ന എഡിറ്റോറിയൽ പറയുന്നുണ്ട്. റോഡുകൾക്കും പാലങ്ങൾക്കും എവിടെയെങ്കിലും പണമില്ലാതെ വരുന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ നടപ്പാക്കിയാൽ മാത്രം സർക്കാരിന് ആവശ്യത്തിന് പണം കണ്ടെത്താൻ ആവും എന്നൊരു നിർദ്ദേശം കൂടി എഡിറ്റോറിയൽ വയ്ക്കുന്നുണ്ട്. അതിലൊന്ന്, പ്രസ്തുത നിർമ്മാണ മേഖലയിലെ വെട്ടിപ്പ് പൂർണ്ണമായും തടയുക. 2, പൊട്ടിപ്പൊളിയാത്ത റോഡുകളും പാലങ്ങളും നിർമ്മിക്കാൻ ശാസ്ത്രീയമായ മാർഗങ്ങൾ കൈക്കൊള്ളുക. ഓരോ വർഷവും ഒരേ റോഡുകൾ വീണ്ടും വീണ്ടും പണിതുകൊണ്ടിരിക്കുന്നത് വഴി ഒലിച്ചു പോകുന്ന കോടികളുടെ അത്രയും വരില്ല ടോൾ പ്ലാസകളിലൂടെ കിട്ടുന്നത്. ചുങ്കരഹിത പാതകൾ തന്നെയാണ് റോഡ് യാത്രക്കാരുടെ സ്വപ്നം എന്ന് പറഞ്ഞാണ് മാതൃഭൂമി എഡിറ്റോറിയൽ അവസാനിപ്പിക്കുന്നത്. മനോരമയുടെ ഇന്നത്തെ കാഴ്ചപ്പാട് പേജിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന എഡിറ്റോറിയൽ ഇന്ത്യൻ ഫുട്ബോളിന് പുതു വസന്തം. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ മത്സരങ്ങൾ തുടങ്ങി. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് മനോരമ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. ടെലിവിഷനിൽ കാണുന്ന ഫുട്ബോൾ അതേ ചാരുതയോടെ ഇന്ത്യയിലെ മൈതാനങ്ങളിലേക്ക് ഇറങ്ങുന്നു എന്നതാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൻ്റെ പ്രസക്തി. യൂറോപ്യൻ, ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ മത്സരങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ആവേശമാണ് കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ ഇന്ത്യക്ക് ലഭിച്ചത്. ലോക ഫുട്ബോൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നാം കാഴ്ചക്കാർ മാത്രമായിരുന്നു. ഈ ആലസ്യം മറികടക്കാൻ ഇന്ത്യക്കൊരു പുതിയ ഫുട്ബോൾ ലീഗ് എന്ന ആശയം ഉയർന്നു വന്നത് 4 വർഷം മുമ്പാണ്. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനുമായി ചേർന്ന IMG റിലയൻസ് ഒരു പദ്ധതി ആവിഷ്കരിച്ചു. ഫുട്ബോളിൻ്റെ വികസനം, നടത്തിപ്പ്, മേൽനോട്ടം എന്നിവയ്ക്ക് കാര്യമായ പ്രൊഫഷണൽ സമീപനമുള്ളൊരു ലീഗ്. താഴെത്തട്ടിലേക്ക് വികസനം എത്തുന്നൊരു സംവിധാനം. ഇതാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്ന പേരിൽ കൊൽക്കത്തയിൽ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്ന് എഡിറ്റോറിയൽ പറയുന്നു. കോടിക്കണക്കിന് ആളുകളുടെ ചിന്തയിലേക്ക് ഫുട്ബോൾ എന്ന സങ്കല്പം ഗൗരവഭാവത്തിൽ കടത്തിവിടാൻ ലീഗിന് സാധിക്കുന്നുണ്ട്. താഴെത്തട്ടിലെ വികസനത്തിനും ഇതോടൊപ്പം കളമൊരുങ്ങുകയാണ്. ISL ടീമുകൾ കുരുന്നുകളെ കളി പഠിപ്പിക്കാൻ അക്കാദമികൾ തുടങ്ങുന്നു. മുംബൈ ടീം 250 യുവാക്കളെ ശാസ്ത്രീയമായി പഠിപ്പിച്ച് പരിശീലകരാക്കുന്നു. ഓരോരുത്തരും 6 മുതൽ 12 വരെ പ്രായമുള്ള 50 പേരെ കളി പഠിപ്പിക്കുമ്പോൾ ഫുട്ബോളിലേക്ക് വരുന്നത് 12,000-ലേറെ ഭാവി താരങ്ങളാണ്. മറ്റു നഗരങ്ങളിലും സമാനമായ സംരംഭങ്ങൾ വിജയകരമായാൽ ഫുട്ബോൾ വികസനത്തിൻ്റെ ആദ്യഘട്ടം ഫലപ്രദമാകും എന്നൊരു പ്രത്യാശയാണ് എഡിറ്റോറിയൽ പങ്കുവയ്ക്കുന്നത്. ഇന്ത്യൻ ഫുട്ബോളിനെ ശരിയായ ദിശയിൽ നയിക്കാൻ ISLന് കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. കൊച്ചിയും ഇതിൻ്റെ ഭാഗമാകുന്നു എന്നത് കേരള ഫുട്ബോളിനും മലയാളികൾക്കാകെയും ഉണർവും അഭിമാനവും പകരുന്നു എന്നും എഡിറ്റോറിയൽ പറയുന്നു. കേരളകൗമുദിയുടെ എഡിറ്റോറിയൽ കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അനസ്തേഷ്യ വിഭാഗത്തിലെ ഡോക്ടർമാർ സംഘടനയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കൂട്ട അവധി എടുത്തു പോയതുമായി ബന്ധപ്പെട്ടാണ്. മനുഷ്യജീവൻ രക്ഷിക്കുമെന്ന പാശ്ചാത്യ ചികിത്സയുടെ ആചാര്യനായ ഹിപ്പോക്രാറ്റിസിൻ്റെ പേരിൽ പ്രതിജ്ഞയെടുത്ത ഡോക്ടർമാർ ഇന്ന് മനുഷ്യജീവന് കൽപ്പിക്കുന്നത് പുല്ലുവില എന്നാണ് എഡിറ്റോറിയൽ തുടങ്ങിയിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അനസ്തേഷ്യ വിഭാഗം ഡോക്ടർമാർ തങ്ങളുടെ സംഘടനയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയത് കൂട്ട അവധിയെടുത്താണ്. 100-ലേറെ ശസ്ത്രക്രിയകളാണ് ഇത് കാരണം മുടങ്ങിയത്.
ബോധം കെടുത്തുന്നവരുടെ ഈ ബോധമില്ലായ്മ 2 ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. 1, മനുഷ്യ ജീവനേക്കാൾ വലുതാണോ ഡോക്ടർമാർക്ക് സംഘടനയുടെ സമ്മേളനം? 2, സംസ്ഥാനത്തെ മറ്റ് മെഡിക്കൽ കോളേജുകൾ ആശുപത്രികളിൽ എന്തുകൊണ്ട് ഡോക്ടർമാർ കൂട്ട അവധി എടുക്കുകയോ ശസ്ത്രക്രിയകൾ മുടക്കുകയോ ചെയ്തില്ല എന്നൊരു ചോദ്യം. അങ്ങനെ 2 ചോദ്യങ്ങളും എഡിറ്റോറിയൽ ഉന്നയിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ചാൽ കൂട്ട അവധിക്ക് ഒരു കാരണമേ ഉള്ളൂ എന്നും എഡിറ്റോറിയൽ പറയുന്നു: അഹന്ത. അതാണ് കാരണം. കോട്ടയത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തെ ചുറ്റിപ്പറ്റി അഹന്ത ഒരു അദൃശ്യ സാന്നിധ്യമായി നിലകൊള്ളുന്നുണ്ട്. രോഗികൾ നരകിക്കുമെങ്കിൽ നരകിക്കട്ടെ എന്ന തോന്നൽ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെ മാത്രം പിടികൂടിയതിന് മറ്റൊരു കാരണം കണ്ടെത്താനാവില്ല എന്നാണ് എഡിറ്റോറിയൽ പറയുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടാകാൻ പോകുന്നില്ലെന്നും നടപടി സ്വീകരിച്ചാൽ തന്നെ നേരിടാനാകുമെന്നും അവർ അഹന്തയോടെ ഉറച്ച് വിശ്വസിക്കുന്നുണ്ടാകാം. അഹന്തയ്ക്ക് ഒരു നേത്രമേ ഉള്ളൂ, എല്ലാം കാണാൻ കഴിയില്ല. കൂട്ട അവധിയെടുത്ത സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയപ്പോൾ കിട്ടിയില്ലേ അഹന്തയുടെ മണ്ടയ്ക്കൊരു പ്രഹരം. പ്രതിഷേധവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കണ്ട് ഡോക്ടർമാർ ഓടിയൊളിച്ചു എന്നാണ് വിവരം. അത്ര തീവ്രമായി പ്രതിഷേധം പ്രകടിപ്പിക്കുന്ന സംഘടനയല്ല യൂത്ത് കോൺഗ്രസ്. അതിതീവ്രമായി പ്രതിഷേധം പ്രകടിപ്പിക്കുന്ന സംഘടനകൾ വരെയുണ്ട് കേരളത്തിൽ. ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ജനമാണ് പരമാധികാരി. രോഗിയുടെ ജീവനാണ് മറ്റെന്തിനേക്കാളും പ്രധാനമെന്ന് കരുതുന്ന ഏത് ഡോക്ടറെയും ജനം എപ്പോഴും കാണുന്നത് ദൈവത്തെ പോലെയാണ്. അതൊക്കെ പറഞ്ഞാൽ മനസ്സിലാകുമോ എന്നറിയില്ല. അതുകൊണ്ട് മറ്റൊന്ന് പറയാം: ജനത്തിൻ്റെ ക്ഷമ പരീക്ഷിക്കാതിരിക്കുന്നതാണ് ഡോക്ടർമാർക്ക് നല്ലത് എന്നൊരു മുന്നറിയിപ്പ് കൂടി കേരളകൗമുദി എഡിറ്റോറിയൽ നൽകുന്നുണ്ട്. പത്രങ്ങളിലെ വാണിജ്യം വിശേഷങ്ങളിലേക്ക്. മലയാള മനോരമ ഇന്ന് സാമ്പത്തികം പേജിൽ നൽകിയിരിക്കുന്നത് ഫേസ്ബുക്ക് വഴി പണവും ഷെയർ ചെയ്യാം. എന്തായാലും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും സന്തോഷം പകരുന്ന വാർത്തയാണിത്. ഫേസ്ബുക്ക് ഉപയോക്താക്കൾക്ക് തമ്മിൽ പണം അയക്കാൻ സൗകര്യം ഒരുക്കുന്നത് കൊഡാക് മഹീന്ദ്ര ബാങ്കാണ്. നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ്റെ തൽക്ഷണ പണം കൈമാറ്റ സംവിധാനം പ്രയോജനപ്പെടുത്തിയാണ് ഇത് സാധ്യമാക്കുന്നത്. 28 ബാങ്കുകൾ ഈ സംവിധാനത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതിനാൽ അവയിലെ അക്കൗണ്ട് ഉടമകൾക്ക് കൊഡാക് മഹീന്ദ്രയുടെ പ്രത്യേക വെബ്സൈറ്റ് പ്രയോജനപ്പെടുത്തി ഫേസ്ബുക്ക് ബന്ധിത പണമയക്കൽ നടത്താം എന്നാണ് വാർത്ത പറയുന്നത്. വ്യക്തി വിവരങ്ങളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും തിരിച്ചറിയൽ പരിശോധനയും ഒക്കെ നടത്തി സുരക്ഷിതമായാണ് ഇടപാടെന്നും ഇടപാടിന് 2500 രൂപ എന്ന പരിധിയുണ്ടെന്നും ബാങ്ക് അധികൃതർ പറയുന്നുണ്ട്. ഒരു മാസം 25,000 രൂപ എന്ന പരിധിയും ഉണ്ട്. നിലവിൽ ICICIക്ക് ഫേസ്ബുക്ക് പ്രയോജനപ്പെടുത്തി പണം കൈമാറ്റം സാധ്യമാകുന്നുണ്ട്. മൊബൈൽ ടെലികോം കമ്പനികൾ നടത്തുന്ന മൊബൈൽ വാലറ്റ് സംവിധാനം പോലെയാണ് ഇത് എന്നും വാർത്ത പറയുന്നു. അതിനോടൊപ്പം ചേർത്ത് മറ്റൊരു വാർത്ത കൂടി മലയാള മനോരമ നൽകിയിരിക്കുന്നു. ഫ്രാൻസിൽ പണം ട്വീറ്റ് ചെയ്യാം. ട്വിറ്ററിലൂടെ പണമയക്കാൻ ഫ്രഞ്ച് ബാങ്ക് BPCEയുടെ പദ്ധതി ഈ ആഴ്ച തുടങ്ങും. ബാങ്കിൻ്റെ മൊബൈൽ ബാങ്കിംഗ് വിഭാഗമായ യെസ് മണി നടപ്പാക്കുന്ന പദ്ധതിയിൽ ഫ്രാൻസിലെ ട്വിറ്റർ വരിക്കാർക്ക് പരസ്പരം പണം അയക്കാൻ സൗകര്യമുണ്ട്. ഇവരുടെ ബാങ്ക് അക്കൗണ്ട് BPCEയിലാണോ എന്നത് പ്രശ്നമല്ല. പദ്ധതിയുടെ കൂടുതൽ വിവരങ്ങൾ എന്തായാലും പുറത്തു വിട്ടിട്ടില്ല എന്നാണ് വാർത്ത പറയുന്നത്. മാതൃഭൂമിയുടെ വാണിജ്യം പേജിൽ നൽകിയിരിക്കുന്ന ഒരു പ്രധാന വാർത്ത LNG പദ്ധതി സ്ഥലം ഏറ്റെടുപ്പിൽ മുടങ്ങാതിരിക്കാൻ ന്യായവിലയുടെ 3 ഇരട്ടി വരെ വില നൽകും എന്നതാണ്. കേരളത്തിൽ പ്രതിസന്ധിയിലായ LNG പൈപ്പ് ലൈൻ പദ്ധതിക്കായി ഗെയിൽ അവസാന ശ്രമം കൂടി നടത്തി വരുന്നുണ്ട്. ന്യായവിലയുടെ 3 ഇരട്ടി വരെ പണം നൽകി സ്ഥലം ഏറ്റെടുത്ത പ്രശ്നം പരിഹരിക്കാൻ ആണ് ആലോചന നടക്കുന്നത്. നിലവിൽ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഒഴികെ സ്ഥലം ഏറ്റെടുക്കാൻ ഏറെക്കുറെ ധാരണയായതായിട്ട് കമ്പനി അധികൃതർ പറയുന്നുണ്ട്. സ്ഥലം ഏറ്റെടുക്കൽ തടസ്സമുള്ള ജില്ലകളിലെ പ്രശ്ന പരിഹാരത്തിന് 21-ന് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ജില്ലകളിലെ ജനപ്രതിനിധികളുടെ യോഗം ചേരുന്നുണ്ട്. അന്തിമ തീരുമാനം ആയില്ലെങ്കിൽ പൈപ്പ് ലൈൻ റൂട്ട് മാറ്റുകയോ കേരളത്തിലൂടെയുള്ള പദ്ധതി ഉപേക്ഷിക്കുകയോ ചെയ്യും എന്നാണ് വാർത്ത സൂചിപ്പിക്കുന്നത്. പദ്ധതി വൈകുന്നതിലൂടെ സംസ്ഥാന സർക്കാരിന് വർഷം 1500 കോടി രൂപയുടെ നികുതി നഷ്ടം ഉണ്ടാകുന്നതായിട്ടാണ് കണക്ക്. ഇതോടെ ഒപ്പം തന്നെ ഈ പദ്ധതിയോടൊപ്പം തുടക്കം കുറിച്ച ഗുജറാത്തിലെ ദാഹേജ് പദ്ധതി 2003-ൽ കമ്മീഷൻ ചെയ്യുകയും ഇപ്പോൾ വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മാതൃഭൂമി വാർത്ത പറയുന്നത്. കേരളകൗമുദി ഇന്ന് വാണിജ്യം പേജിൽ നൽകിയിരിക്കുന്ന വാർത്ത കേരളത്തിലെ ആദ്യ സ്വകാര്യ ഗുഡ്സ് ട്രെയിൻ നാളെ ഓടിത്തുടങ്ങും. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സെൻട്രൽ റെയിൽ സൈഡ് വെയർ ഹൗസിംഗ് കമ്പനിയുമായി സഹകരിച്ച് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന AVG ലോജിസ്റ്റിക്സ് ആണ് സ്വകാര്യ സർവീസ് കൈകാര്യം ചെയ്യുന്നത്. ചാലക്കുടി ഗുഡ്സ് യാർഡിൽ നിന്ന് ആദ്യ സർവീസ് നാളെ പഞ്ചാബിലെ ലുധിയാനയ്ക്ക് സമീപത്തെ മോഗയിലേക്കാണ് പോകുന്നത്. രാവിലെ 10:15-ന് ദക്ഷിണ റെയിൽവേ ചീഫ് കൊമേഴ്സ്യൽ മാനേജർ സരള വേണുഗോപാലൻ ഫ്ലാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ നിന്നുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾ, റബ്ബർ തുടങ്ങിയവയാണ് മോഗയിലേക്ക് കേരളത്തിൻ്റെ ആദ്യ സ്വകാര്യ ഗുഡ്സ് ട്രെയിൻ വഹിക്കുന്നത്. ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളായ ഷൂസ്, ചെരുപ്പുകൾ, വസ്ത്രങ്ങൾ, വാഹന ഭാഗങ്ങൾ തുടങ്ങിയവയുമായി തിരികെ തിങ്കളാഴ്ച കേരളത്തിലെത്തും. ഇത്തരത്തിൽ മോഗ ചാലക്കുടി പാതയിൽ മൊത്തം 8 സർവീസുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി നടത്തുന്നത്. പ്രവർത്തനം ലാഭകരമായാൽ കൂടുതൽ സർവീസുകൾ ആരംഭിക്കും എന്നാണ്
ഇതിൻ്റെ അധികൃതർ പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് ഉത്തരേന്ത്യയിലേക്ക് ലോറി മാർഗം ചരക്ക് നീക്കുന്നതിന് ആവശ്യമായതിൻ്റെ പകുതി തുകയ്ക്ക് സ്വകാര്യ ഗുഡ്സ് ട്രെയിനിൽ ചരക്ക് നീക്കം ചെയ്യാൻ ഇടപാടുകാർക്ക് സാധിക്കും. ലോറി 10 ദിവസം കൊണ്ട് ലൂധിയാനയിൽ എത്തുമ്പോൾ ട്രെയിനിന് 3 ദിവസം മതി. എന്തായാലും ഒരു വളരെ സന്തോഷകരമായ, കേരളത്തെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് ഇത്. ഇനി സ്പോർട്സ് വാർത്തകൾ. കേരളകൗമുദിയുടെ കളിക്കളം പേജിൽ ഇന്ന് മുഖ്യ വാർത്തയാക്കിയിരിക്കുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ആദ്യ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനോട് കേരള ടീം ഏകപക്ഷീയമായ 1 ഗോളിനാണ് ഇന്നലെ തോറ്റത്. സ്പാനിഷ് താരം സൊർജിയോ കൊക്കയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ വിജയ ഗോൾ നേടിയത്. 16-ാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സിനായി ഇയാൻ ഹ്യൂ നോർത്ത് ഈസ്റ്റിലെ വല കുലുക്കിയെങ്കിലും റഫറി ഓഫ്സൈഡ് വിളിക്കുകയായിരുന്നു. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ല രീതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചുവെങ്കിലും നിർഭാഗ്യം അവരെ പിടികൂടി. അധ്വാനിച്ച് കളിച്ച ബ്ലാസ്റ്റേഴ്സ് ജയം അർഹിക്കുന്ന പോരാട്ടമാണ് ഇന്നലെ പുറത്തെടുത്തതെങ്കിലും നിർഭാഗ്യവും പരിചിതമല്ലാത്ത കാലാവസ്ഥയും വിലങ്ങ് തടിയാകുകയായിരുന്നു എന്ന് തുടങ്ങി ഇന്നലെ നടന്ന കളിയുടെ വിവരണങ്ങൾ മുഴുവനും കേരളകൗമുദി നൽകിയിട്ടുണ്ട്. മാതൃഭൂമി ഇന്നത്തെ സ്പോർട്സ് പേജിൽ നൽകിയിരിക്കുന്നതും പ്രധാന വാർത്തയാക്കിയിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് പൊരുതി തോറ്റു എന്നത് തന്നെയാണ്. ഇതിനോടൊപ്പം നൽകിയിരിക്കുന്ന മറ്റൊരു വാർത്ത, ഇന്നലെ GV രാജ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര അത്ലറ്റുകളായ അഞ്ജു ബോബി ജോർജ്, OP ജയ്ഷ, ജിതിൻ തോമസ്, വോളിബോൾ താരം ടോം ജോസ് എന്നിവർക്ക് സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ GV രാജ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കായിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് പുതുതായി ഏർപ്പെടുത്തിയ ഒളിമ്പ്യൻ സുരേഷ് ബാബു സ്മാരക അവാർഡിന് ഹോക്കി താരം മാനുവൽ ഫെഡറിക്കിനെ തിരഞ്ഞെടുത്തു. പരിശീലകയ്ക്കുള്ള അവാർഡിന് PT ഉഷയെയും തിരഞ്ഞെടുത്തതായിട്ട് ഇന്നലെ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ വാർത്തയോടൊപ്പം തന്നെ അഞ്ജു ബോബി ജോർജിൻ്റെ പ്രതികരണം കൂടി മാതൃഭൂമി നൽകിയിട്ടുണ്ട്. വൈകിയാണെങ്കിലും GV രാജ അവാർഡ് ലഭിച്ചതിൽ സന്തോഷമുണ്ട് എന്ന് മുൻ ലോങ് ജമ്പ് താരമായ അഞ്ജു ബേബി ജോർജ് പറഞ്ഞിരിക്കുന്നു. തനിക്ക് പുരസ്കാരം നേരത്തെ കിട്ടേണ്ടതായിരുന്നു എന്നാണ് അഭിപ്രായമെന്നും അവർ പറയുന്നുണ്ട്. കഠിന അധ്വാനത്തിനുള്ള അംഗീകാരമാണിത്. ലോക അത്ലറ്റിക്സ് ഫൈനൽസിലെ സ്വർണ്ണ മെഡൽ താരം മരുന്നടിച്ചതായി തെളിഞ്ഞതിനെ തുടർന്ന് തനിക്ക് ഈ വർഷം ആദ്യം സ്വർണ്ണ മെഡൽ ലഭിച്ചിരുന്നു. അതിനാലാണ് ഈ വർഷത്തെ അവാർഡ് കമ്മിറ്റി തന്നെ പരിഗണിച്ചത് എന്ന് വിശ്വസിക്കുന്നതായും അഞ്ജു പറഞ്ഞിട്ടുണ്ട്. ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാക്കൾക്കെതിരെ മരുന്നടിയുടെ പരിശോധന നടക്കുന്നതിനാൽ ഭാഗ്യമുണ്ടെങ്കിൽ ഒളിമ്പിക്സ് മെഡലും ലഭിക്കും. താനും ഭർത്താവ് ബോബിയും ചേർന്ന് തുടങ്ങാൻ ഒരുങ്ങുന്ന ലോങ് ജമ്പ് അക്കാദമി അടുത്ത വർഷം ആദ്യം പ്രവർത്തനം ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് തുടങ്ങി അഞ്ജു ബേബി ജോർജ് പുരസ്കാരത്തെ ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ പ്രതികരണങ്ങളുടെ വാർത്ത മാതൃഭൂമി നൽകിയിട്ടുണ്ട്. ഇന്നത്തെ ന്യൂസ് ടാക്ക് ഇവിടെ പൂർണ്ണമാകുന്നു. നാളെ ഇതേ സമയം. അതുവരെ നന്ദി, നമസ്കാരം.